ഫിഫ ലോകകപ്പ് 2026 റൗണ്ട് ഓഫ് 32-ൽ ഇന്ന് ഫുട്ബോൾ ലോകത്തിൻ്റെ കണ്ണുകൾ ബ്രസീലിനും ജപ്പാനിനും നേരെ. ആരായിരിക്കും ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുക? 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ അവരുടെ ആക്രമണ ഫുട്ബോളുമായി ഇറങ്ങുമ്പോൾ കൃത്യമായ തന്ത്രങ്ങളും വേഗതയേറിയ കൗണ്ടർ അറ്റാക്കുകളും കൈവശമുള്ള ജപ്പാൻ മറ്റൊരു അട്ടിമറിക്ക് ഒരുങ്ങുകയാണ്. കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ബ്രസീലിന് ഇത് അവരുടെ ലോകകപ്പ് പാരമ്പര്യം തുടരാനുള്ള പോരാട്ടമാണെങ്കിൽ ജപ്പാന് ഇത് ഏഷ്യൻ ഫുട്ബോളിൻ്റെ കരുത്ത് വീണ്ടും തെളിയിക്കാനുള്ള സുവർണ അവസരമാണ്. ഇക്കഴിഞ്ഞ കാലയളവിൽ വളരെ മികച്ച രീതിയിൽ കളിച്ചിരുന്ന ജപ്പാൻ യൂറോപ്പിലെയും ലാറ്റിൻ അമേരിക്കയിലെയും പമ്പൻ ടീമുകളെയൊക്കെ ഞെട്ടിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഫുട്ബോളിൻ്റെ സൗന്ദര്യവും അച്ചടക്കത്തിൻ്റെ സൗന്ദര്യവും നിറഞ്ഞു നിന്ന ജപ്പാൻ ഇന്ന് ബ്രസീലിനെ കീഴ്പ്പെടുത്തുന്നു. നെയ്മർ ജൂനിയറും വിനീഷ്യസും അടങ്ങുന്ന മുന്നേറ്റ നിരയെ ജപ്പാനിൻ്റെ പ്രതിരോധം തളക്കും. കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കാർലോ ആൻസെലോട്ടിയുടെ കീഴിലിറങ്ങുന്ന ബ്രസീൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ വളരെ മികച്ച വിജയത്തോടെയായിരുന്നു വന്നത്. 3 മത്സരങ്ങളിൽ നിന്ന് 2 വിജയവും 1 സമനിലയുമായി ബ്രസീൽ റൗണ്ട് ഓഫ് 32-ലേക്ക് പ്രവേശിച്ചപ്പോൾ മറുവശത്ത് ജപ്പാൻ ഹോളണ്ടിനെയൊക്കെ സമനിലയിൽ തകർത്താണ് മുന്നോട്ട് വരുന്നത്. 3 കളിയിലും മികച്ച താരമായ വിനീഷ്യസ് ജൂനിയർ തന്നെയാണ് ഇന്നും ബ്രസീലിൻ്റെ പ്രധാനപ്പെട്ട നിര എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ബ്രസീലിൻ്റെ സാധ്യത 11-ൽ അലിസൺ, ഗോൾ കീപ്പറായ ഡാനിലോ മാർക്കിനസ്, ഗബ്രിയൽ സാൻഡോസ്, ഗ്യുമാരിയസ്, കെസമിറോ, പെക്കറ്റ, റയാൻ ക്യുൻഹ, വിനീഷ്യസ് ജൂനിയർ ആയിരിക്കും ഉണ്ടാവുക. 4-3-3 ശൈലിയിലായിരിക്കും ബ്രസീൽ കളിക്കുക. ഇനി ജപ്പാൻ്റെ പ്രഡിക്റ്റഡ് 11 നോക്കുകയാണെങ്കിൽ സുസുക്കി, ടൊമിയാസു, ടനിഗൂച്ചി, ഇറ്റോ, ഡോൺ, സനോ, ടനക്ക, നക്കാമുറ, ഇറ്റോ, കമാഡ, ഉയേഡ തുടങ്ങിയവരായിരിക്കും ജപ്പാൻ്റെ നിരയിൽ കളിക്കുന്നത്. തീർച്ചയായും വളരെ മനോഹരമായൊരു ലോകകപ്പ് പോരാട്ടം തന്നെ നമുക്കിന്ന് കാണാൻ പറ്റുന്നതാണ്. കൂടുതൽ സ്പോർട്സ് വാർത്തയുമായി ഞാൻ വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്യുക.